ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഓണമൊക്കെ വരികയല്ലേ. ഓണത്തിന് നമുക്ക് നാട്ടിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മുല്ലപ്പൂവൊക്കെ ഈസി ആയിട്ട് കിട്ടും. പക്ഷെ നമ്മൾ പുറത്താകുമ്പോഴത്തേക്കും നമുക്ക് മുല്ലപ്പൂവിൻ്റെ അവൈലബിലിറ്റി അത്ര ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് ജെസ്സി കൊണ്ടുവന്ന ഐഡിയ ആണ് കേട്ടോ. ജെസ്സിയാണ് ഇത് ചെയ്യുന്നത്. താങ്ക്സ് ടു ജെസ്സി. അപ്പോൾ ജെസ്സി കൊണ്ടുവന്ന ഐഡിയ ആണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു മുല്ലപ്പൂ ഈ നാപ്കിൻ വെച്ചിട്ട് മുല്ലപ്പൂ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. സോ നാപ്കിൻ വാങ്ങിയതിന് ശേഷം വെള്ള തന്നെ വാങ്ങണേ. ഓർ കളർഫുൾ ആണെന്നുണ്ടെങ്കിലും ഉള്ളിൽ വൈറ്റ് ആയിരിക്കും. അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം കണ്ടോ. എന്നിട്ട് അതിനെ അവളിപ്പോൾ ചെറിയൊരു പീസാക്കിയിട്ടില്ലേ, ആ പീസ് പോലെ അതിനെ ഫുൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് 2 പീസ് നന്നായിട്ട് ചുരുട്ടി ഒരു ബോളാക്കുക. എന്നിട്ട് മൂന്നാമത്തെ പീസിൽ ഈ ബോൾ ഉള്ളിൽ വെച്ചിട്ട് അവൾ കാണിക്കുന്ന പോലെ ഇതുപോലെ ചുരുട്ടി ഒരു ടെയില് പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കണം. മേളിൽ ഒരു ഉണ്ട പോലെ കേട്ടോ. അങ്ങനെ കുറേ ഉണ്ടാക്കണം. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു മുഴത്തിന് ഞങ്ങൾ 180ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഈ കളർ ചെയ്യുന്നത് കണ്ടോ. ഇത് സാധാരണ നമ്മുടെ അക്രിലിക് പെയിൻ്റാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ, നല്ല ഡാർക്ക് ഗ്രീനും ഒരു ലൈറ്റ് ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആ ടെയിലിൽ ഗ്രീൻ പെയിൻറ്റ് ചെയ്യും. എന്നിട്ട് നോക്ക്, ആ ടെയിലിൻ്റെ എൻഡ് കട്ട് ചെയ്ത് കളയണം. അതിന് ശേഷമുള്ള ഭാഗമാണിത് കേട്ടോ. കണ്ടോ, ശരിക്കും മുല്ലപ്പൂ പോലെ തന്നെയില്ലേ. ഇനി ഇതിനെ നമ്മൾ സാധാരണ മുല്ലപ്പൂ കോർക്കുന്ന പോലെ കോർത്തെടുത്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ മുല്ലപ്പൂയെ കണ്ടോ. ഇനിയിപ്പോൾ ജെസ്സി അത് തലയിൽ വെച്ച് കാണിക്കും കേട്ടോ. നിങ്ങൾ വിശ്വസിക്കില്ല, ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും റിയൽ മുല്ലപ്പൂ. മാത്രമല്ല നമുക്ക് എല്ലാ വർഷവും റീയൂസ് ചെയ്യാമല്ലോ. ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് അങ്ങനെ വെയിറ്റും ഇല്ല കേട്ടോ. സൂപ്പർ അല്ലേ.